തുർക്കിക്ക് എന്താണ് മക്കളെ സംഭവിച്ചത്? ഈ വേൾഡ് കപ്പിൽ നിന്ന് ആദ്യം പുറത്താകുന്ന ടീമായി തുർക്കി മാറിയിരിക്കുകയാണ്. നമ്മുടെ പ്രഡിക്ഷനിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു തുർക്കിയാണ് നെക്സ്റ്റ് റൗണ്ടിലേക്ക് പോകുന്ന ഒരു ടീം തുർക്കിയായിട്ടാണ് പറയുന്നത്. ഈ വേൾഡ് കപ്പിന് ഒരു പ്രത്യേകത കൂടിയുണ്ട്. മികച്ച മൂന്നാം സ്ഥാനം കിട്ടിയാൽ പോലും നെക്സ്റ്റ് റൗണ്ടിലേക്ക് കടക്കാൻ കഴിയുന്ന വേൾഡ് കപ്പാണ്. കാരണം റൗണ്ട് ഓഫ് 32 ഉള്ള ഫസ്റ്റ് വേൾഡ് കപ്പാണ്. എന്നിട്ട് പോലും തുർക്കിക്ക് മൂന്നാം സ്ഥാനം പോലും നേടാൻ കഴിഞ്ഞില്ല എന്ന് പറഞ്ഞാൽ ഭയങ്കര ഷെയ്മിങ് ആയുള്ള ഒരു സംഭവമാണ് എനിക്ക് തോന്നുന്നത്. കാരണം നല്ല സ്ക്വാഡ് കാര്യങ്ങളെല്ലാം ഉണ്ട്. ആർദ ഗുളർ, അതുപോലെ കലനോഗ്ലു, ഇതുപോലെയുള്ള മികച്ച പ്ലെയേഴ്സൊക്കെ ഉള്ള ടീമാണ്. എന്നിട്ട് പോലും ജയിക്കാൻ കഴിഞ്ഞത് പോട്ടെ, 62-63 ഷോട്ട് എടുത്തിട്ട് ഒരൊറ്റ ഷോട്ട് പോലും ഗോളാക്കാൻ പോലും കഴിഞ്ഞില്ല. ഡിസപ്പോയിൻറ്റിങ് അറ്റാക്കിംഗ് ആണ് തുർക്കിയുടെ ഭാഗത്ത് ഉണ്ടായിരുന്നത്. ടാക്ടിക്സ് ഒക്കെ എൻറ്റയർലി വളരെ മോശമായിട്ടാണ് തോന്നിയിട്ടുള്ളത്. കുറച്ച് പ്ലെയേഴ്സ് അവർക്ക് വേണ്ട രീതിയിൽ പ്ലേ മേക്കിംഗ് കാര്യങ്ങളൊക്കെ ചെയ്തു എന്നല്ലാതെ സ്കോർ ചെയ്യാൻ വേണ്ട രീതിയിലുള്ള ഒരു അറ്റാക്കിങ്ങോ കാര്യങ്ങളോ ഒരു ടാക്ടിക്സോ ടീമിൻ്റെ അടുത്ത് ഉണ്ടായിരുന്നില്ല. ഈവൻ ഓസ്ട്രേലിയക്കെതിരെ ആയിക്കോട്ടെ, USA ആയിക്കോട്ടെ, ഇവർക്കെതിരെ ഒന്നും തുർക്കിക്ക് സ്കോർ ചെയ്യാൻ കഴിഞ്ഞില്ല എന്നുള്ളത് തന്നെയാണ് അവരുടെ മെയിൻ പ്രോബ്ലം. തുർക്കിയുടെ വേൾഡ് കപ്പിൽ എല്ലാ പ്രതീക്ഷകളും അസ്തമിച്ചിട്ടുണ്ട്. കാരണം ഇനി ഗ്രൂപ്പിൽ ഓൾമോസ്റ്റ് ഇപ്പോൾ അവർ ഫോർത്ത് സ്റ്റേജാണ്. 2 മത്സരങ്ങൾ ഒരു വിജയം പോലും ഇല്ല. ഇനി ഗോൾ ഡിഫറൻസിൽ തന്നെ മുന്നോട്ട് പോകാനും കഴിയില്ല. എത്ര ഗോൾ സ്കോർ ചെയ്ത് ജയിച്ചു കഴിഞ്ഞാലും പരാഗ്വയും അതുപോലെ ഓസ്ട്രേലിയയും തുർക്കിക്കെതിരെ വിജയിച്ചത് കൊണ്ട് ഇനി യാതൊരു ചാൻസും അവർക്കില്ല. വെരി സാഡ് ടു ഹിയർ എ ഗുഡ് ടീം ലൈക്ക് തുർക്കി ആൻഡ് അർദ ഗുളർ നല്ലൊരു പ്ലെയറിനെ ഇഷ്ടപ്പെടുന്ന ഒരാളെന്ന സ്ഥിതിക്ക് അവർക്ക് ഈ ഒരു ലോസ് വന്നതിൽ ഭയങ്കര വിഷമമുണ്ട്. എനിവേ, ദിസ് ഈസ് വേൾഡ് കപ്പ്. ഇവിടെ പല സംഭവങ്ങളും സംഭവിക്കാം ഇതുപോലെയുള്ള. അപ്പോൾ കൂടുതൽ വീഡിയോസിനായി നമ്മൾ പേജ് ഫോളോ ചെയ്യുക, നമ്മളെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.